നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. DP1 കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്കിത് ഒന്നുമല്ല, വളരെ ഈസി ആയിരിക്കും. ഇനി അതിന് മുൻപ് നമുക്കിതിൽ കുറച്ച് തിയറികളുണ്ട്, വെറുതെ വായിച്ചു വിടാം. ജേണൽ എൻട്രീസ് വെൻ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻ ഫോർ ജോയിൻറ്റ് വെഞ്ചർ, അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞു. സെപ്പറേറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഒരു സെപ്പറേറ്റ് അക്കൗണ്ടൻ്റ് തന്നെ വെച്ച് സംവിധാനങ്ങളൊക്കെ ഒരുക്കി, സോഫ്റ്റ്വെയർ ഒരുക്കി, സിസ്റ്റം ഒരുക്കിയിട്ട് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യുന്നു. വെൻ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് ആർ മെയിൻ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് 3 മേജർ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. ജോയിൻറ്റ് വെഞ്ചറിൽ സെപ്പറേറ്റ് ആണെങ്കിൽ ഏതൊക്കെയാണോ? ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്, കോ വെഞ്ചേഴ്സ് അക്കൗണ്ട്. നമുക്ക് ഓരോ അക്കൗണ്ടിനെ കുറിച്ച് ജസ്റ്റ് തിയറി ഉണ്ടോന്ന് വായിച്ചു. ഡിസ്ക്രിപ്ഷൻ. ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് വായിക്കി. കോ വെഞ്ചേഴ്സ് ബ്രിങ് ദെയർ കോൺട്രിബ്യൂഷൻ ഓഫ് ഫണ്ട് ടു ദ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്. ഡയറക്റ്റ് ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് പറഞ്ഞ പരിപാടിയില്ല. ഡയറക്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് ഇടും ജോയിൻറ്റ് ബാങ്കിൽ. ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പറേറ്റ് ജോയിൻ്റ്ലി ബൈ കോ വെഞ്ചേഴ്സ്. ഇത് ഒരാളല്ല, രണ്ടാൾക്കും എന്ത് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അങ്ങനെ വേണമല്ലേ. എക്സ്പെൻസ് ആർ മെറ്റ് ഫ്രം ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് എക്സ്പെൻസുകൾ എടുക്കുക. സെയിൽ ചെയ്ത കളക്ട് ചെയ്ത എമൗണ്ട് എവിടേക്ക് ഡയറക്റ്റ് പോകണം? ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകണം. ഓൺ കംപ്ലീഷൻ ഓഫ് ദ ജോയിൻറ്റ് വെഞ്ചർ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യും ബൈ പേയിങ് ദ ബാലൻസ് ടു ഏതാണ്? കോ വെഞ്ചേഴ്സ്. അതാണ് നേരത്തെ നമ്മൾ കണ്ടത്. എന്താ? കോ വെഞ്ചേഴ്സ് അക്കൗണ്ട് അപ് ടു ജോയിൻറ്റ് ബാങ്ക്, അല്ലേ? കൊണ്ടുവരുന്ന സമയത്ത് എന്തായിരുന്നു? ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് അപ് ടു. ഇത് ഏതുപോലെ? ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. പിന്നെ ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് പോലെയുള്ള അതേ കോൺസെപ്റ്റാണ്. ഇത് അടുത്ത് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഇതിൻ്റെ പർപ്പസ് എന്താണ്? പ്രോഫിറ്റോ ലോസോ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? ഓൾ എക്സ്പെൻസ് ആർ ഡെബിറ്റഡ്, ഓൾ സെയിൽസ് റവന്യൂ കളക്ഷൻ വിൽ ബി ക്രെഡിറ്റഡ് ടു ഹിസ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ തന്നെ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് അല്ലേ? Profit or loss will be transferred to co-ventures account in agreed ratio. In absence of agreed ratio, it will be equal. Okay. പാർട്ണർഷിപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് ഇതിനെ സ്പെഷ്യൽ പർപ്പസ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തിയറി പറഞ്ഞത്. കോ-വെഞ്ചേഴ്സ് അക്കൗണ്ട് ഇറ്റ്സ് എ പേഴ്സണൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ പോലെ. ക്യാപിറ്റൽ അക്കൗണ്ട് പേഴ്സണൽ അല്ലേ? യെസ്. This account will be credited all the contribution made by the co-ventures and will be debited in case of withdrawal. ദിസ് അക്കൗണ്ട് ഈസ് ക്ലോസ് സൈമൾട്ടേനിയസ് ക്ലോസർ ഓഫ് ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്. ക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് അല്ലേ നമ്മൾ സ്റ്റെപ്പ് പിടിച്ചല്ലേ. ആദ്യം ഏത്? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് ചെയ്ത പ്രോഫിറ്റോ ലോസോ ആണെങ്കിൽ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ പോലെ എവിടെ കോ വെഞ്ചേഴ്സ് അക്കൗണ്ട്. പിന്നെ കോ വെഞ്ചേഴ്സിൻ്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ആ എമൗണ്ട് മേക്ക് ഫൈനൽ പേയ്മെൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ കോ വെഞ്ചേഴ്സ് അക്കൗണ്ടും ക്യാൻസലാവും, പിന്നെ ഇതും ക്യാൻസലാവും, ജോയിൻറ്റ് ബാങ്കും ക്യാൻസലാവും. ഇനി ഇതിൻ്റെ ട്രാൻസാക്ഷനും ജേണൽ എൻട്രീസൊക്കെയാണ്. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഓക്കെ അല്ലേ? ജേണൽ എൻട്രീസ് നമുക്ക് ഡയറക്റ്റ് എവിടെ പോവാം? DP1 പോവാം. ഓക്കെ, വായിക്കണം. എന്താ? അർജുന പിന്നെ ആരാണ്? ഭീമ. 2 കോവെഞ്ചേഴ്സാണ്. ഒന്നേരം അർജുന പിന്നെ ഏതാണ്? ഭീമ. ആർ എൻറ്റേർഡ് ഇൻ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് മഹാഭാരത് CDs ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ സീസൺ. അപ്പോൾ CD ഉണ്ടാക്കണം. ഇന്നത്തെ കാലത്ത് CD മാറ്റി എന്താക്കേണ്ടി വരും? പെൻഡ്രൈവ് ആക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഇന്ന് പെൻഡ്രൈവിനൊന്നും എന്തില്ല, സ്കോപ്പില്ല. തൽക്കാലം ഇപ്പം എന്ത് ചെയ്യാം? കുറേ മുന്നത്തെ ക്വസ്റ്റ്യൻ അതുകൊണ്ട് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? ഇന്നിപ്പോൾ മഹാഭാരതത്തിൻ്റെ CD ഒക്കെ ആരെങ്കിലും മേടിക്കുമോ? യൂട്യൂബിൽ കയറിയാൽ എന്താ കിട്ടാത്തത് അല്ലേ? യെസ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, കുറച്ച് മുന്നത്തെയാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. അർജുൻ കോൺട്രിബ്യൂട്ട് എത്രയാണ്? 3 lakh ആൻഡ് ഭീമ കോൺട്രിബ്യൂട്ട് 2 lakh ടു ദ വെഞ്ചർ. എന്താ ജേണൽ എൻട്രി വരിക? ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു അർജുൻസ് ടു ഏതാണ്? ഭീമാസ്. സിമ്പിൾ. അടുത്തേതാണ്? ദേ ഇൻക്വയർ ദ ഫോളോയിങ് എക്സ്പെൻസ് ടുവേർഡ്സ് ദ ജോയിൻറ്റ് വെഞ്ചർ. കുറേ എക്സ്പെൻസുകളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? പേയ്മെൻറ്റ് ടു ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻ 2,80,000. കാൽക്കുലേറ്റർ എടുത്തോ, നമുക്കിതൊക്കെ ഒരുമിച്ചുകൊണ്ട് ചെയ്യല്ലേ. ദെൻ അടുത്തേതാണ്? അടുത്ത് ഹയർ ചാർജ് ഓഫ് ഇക്വിപ്മെൻറ്റ് ലാബ് ഫീസ് എത്ര? 1,20,000. ആഡ് CD മേക്കിംഗ് പാക്കിംഗ് പ്രൊമോഷൻ എക്സ്പെൻസ് എത്ര? 75,000. ടോട്ടൽ എത്ര വരും? 4,70,500. എത്ര എഴുതിയാൽ പോരെ? ഇത് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എക്സ്പെൻസ് ആയതുകൊണ്ട് എവിടെ ഡെബിറ്റ് ചെയ്യണം? ജോയിൻറ്റ് വെഞ്ചറിൽ. എവിടുന്ന് പൈസ പോയിട്ടുണ്ട്? ജോയിൻറ്റ് ബാങ്കിൽ. എൻട്രി എന്താ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റഡ് ടു ജോയിൻറ്റ് ബാങ്ക്. ഇവിടെ അല്ലേ? അടുത്ത് അപ്പോൾ ക്ലിയറാണ്.
രണ്ടെണ്ണമായി. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞ് 2 കഴിഞ്ഞ്. ഇനി മൂന്നാമത്തെ എന്താ പറയുന്നത്? ദേ മെയ്ഡ് 20,000 CD ആൻഡ് സോൾഡ്. എത്ര ഉണ്ടാക്കി? 20,000. എന്നിട്ട് എത്ര വിറ്റു? അതിൽ 16. ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ സീസൺ അറ്റ് റുപ്പീസ് എത്ര? 45. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര വരിക? 16,000 CD 45 ഉറുപ്പ്യ വെച്ചിട്ട് എത്ര വരും? 7,20,000. ഓക്കെ അല്ലേ? യെസ്. പിന്നെ ഭീമ ഡയറക്ട്ലി റിസീവ്ഡ് ദ സെയിൽസ്. ഓക്കെ യെസ്. അപ്പോൾ ഈ 7,20,000 പൈസ ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ഇതാക്കണേ. 16,000 എന്ത് CD വിറ്റത് ഉറപ്പാണ്. പക്ഷേ ഒരെണ്ണത്തിന് വിറ്റ എത്രയാണ്? 45. പക്ഷേ അതിൻ്റെ ഫുൾ എമൗണ്ട് എവിടെ എത്തിയിട്ടില്ല? ജോയിൻറ്റ് ബാങ്കിൽ എത്തിയിട്ടില്ല. 2,500 പൈസ ആരുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്? ഭീമയുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കിവിടെ കിട്ടിയ പൈസ എത്ര? 16,000 CD 2,500 കുറച്ചാ 16,000 2,500 കുറയ്ക്കുക. ഇൻറ്റു എത്ര അടിക്കുക? 45. 6,07,500 പൈസ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ജോയിൻറ്റ് ബാങ്കിൽ പൈസ കൂടും. എൻട്രി എന്താ? ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് അപ് ടു ജോയിൻറ്റ് വെഞ്ചർ. വൈ? ഇറ്റ്സ് ആൻ ഇൻകം. സോ ജോയിൻറ്റ് വെഞ്ചർ ഷുഡ് ബി ക്രെഡിറ്റഡ്. ബാക്കി എമൗണ്ടില്ലേ 2,500 × 45 അടിച്ച് 2,500 × 45 എത്ര വരും? ഇത് ആരുടെ കയ്യിലുള്ളത്? ഭീമയുടെ. അപ്പോൾ നമ്മൾ ഭീമൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എൻട്രി എന്താ? ഭീമ അക്കൗണ്ട് അപ് ടു ഇൻകം. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി എന്താ? ഭീമ അക്കൗണ്ട് അപ് ടു ജോയിൻറ്റ് വെഞ്ചർ. ഡയറക്റ്റ് പൈസ കിട്ടിയിരുന്നെങ്കിൽ എൻട്രി എന്താ? ഫസ്റ്റത്തെ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് അപ് ടു ജോയിൻറ്റ് വെഞ്ചർ. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു. 4 ട്രാൻസാക്ഷൻ. ഇനി അടുത്തേതാ? 5ാമത്തെ. അർജുന് 3,000 CD എടുത്തു. മൊത്തം 20,000 CD അല്ല. അതിൽ 16,000 വിറ്റ് കഴിഞ്ഞാൽ എത്ര ഉണ്ട്? 4,000 CD ഇല്ലേ അവിടെ? അതിൽ 3,000 ആരെടുത്തു? ഓക്കെ. അതിൻ്റെ എൻട്രി എന്താ വരിക? അർജുൻ അക്കൗണ്ട് അപ്റ്റർ ടു ജോയിൻറ്റ് വെഞ്ചർ. കുഴപ്പമില്ലല്ലോ? ക്ലിയർ? ഓക്കെ. 25 ഉറുപ്പ്യക്കുള്ളൂ. 3,000 × 25 എത്ര വരും? 77. ഇനി ബാക്കി എത്ര CD ഉണ്ട്? 4,000 3,000 ഇയാളെടുത്ത് 1,000 ഉണ്ട്. അത് എത്ര ഉറുപ്പ്യക്ക് എടുത്തില്ല. എന്താ? ഡിഫക്റ്റീവ് അറ്റ് ദ എൻഡ് ഓഫ് ദ സീസൺ ആൻഡ് ഹാഡ് ടു ബി സ്ക്രാപ്ഡ്. അപ്പോൾ 1,000 CD നമുക്ക് ഒന്നും പറയാനില്ല. അത് സ്ക്രാപ്പ് ആകും. അത് സെയിൽ ചെയ്തിട്ടുള്ള എമൗണ്ട് എന്തെങ്കിലും വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി നമ്മൾ 20,000 TV ഉണ്ടാക്കിയ എക്സ്പെൻസ് എവിടെ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞു? ജോയിൻറ്റ് വെഞ്ചറിൽ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഓൾറെഡി ചിലവ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ടെന്ന്. ഓക്കെ അല്ലേ? ഇനി ഇത് ക്രെഡിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡാമേജ് ചെയ്തിട്ടുള്ളത് കുറച്ച് എമൗണ്ടൊക്കെ എമൗണ്ട് വിറ്റാലൊക്കെ ഇപ്പോൾ 5 ഉറുപ്പ്യക്കൊക്കെ വിൽക്കാൻ പറ്റിയെന്ന് വിചാരിക്കാം. ഈ CD കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യുന്ന ആളെന്ത് ചെയ്തു? 1 ഉറുപ്പ്യ അല്ലെങ്കിൽ 2 ഉറുപ്പ്യക്ക് നാശമായ CD ആണല്ലോ. 1000 CD ഇല്ലേ അവർ ചുമരിലിങ്ങനെ ഡിസൈൻ ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇൻകായിട്ട് ട്രീറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം 1,000ൻ്റെയും കോസ്റ്റ് ഇപ്പോൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എവിടെ ഡെബിറ്റ് ചെയ്തു? ഓൾറെഡി ജോയിൻറ്റ് വെഞ്ചർ. അപ്പോൾ നിങ്ങൾ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഓക്കെ അല്ലേ? യെസ്. കഴിഞ്ഞു. സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യാണ്. പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്നുണ്ട് എത്ര? 3:2. ഗിവ് ജേണൽ എൻട്രീസ് ആൻഡ് ലെഡ്ജർ അക്കൗണ്ട് ഇൻ ദി ബുക്സ് ഓഫ് ഏതാണ്? ജോയിൻറ്റ് വെഞ്ചർ. ജേണലും വേണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇൻ ദി ബുക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആരുടെ ഹെഡിങ് ആണ് എഴുതുക? അർജുനോ ഭീമ എന്ന് എഴുതുമോ? ഇല്ല. ഏതാ? ജോയിൻറ്റ് വെഞ്ചർ. ശ്രദ്ധിക്കണം കേട്ടോ, അതിൽ പേരില്ല. ഈ ജോയിൻറ്റ് വെഞ്ചറിനൊരു പേര് ഇല്ല. അതൊരു സ്പെഷ്യാലിറ്റിയാണ്. ഒരു പേര് വേണ്ട. ഓക്കെ അല്ലേ? ക്ലിയർ? നേരെ കൊണ്ടുപോയിട്ട് എടുത്തൂടെ? സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ. എന്നാലും ഞാൻ എന്ത് ചെയ്യാം? പെട്ടെന്ന് ചെയ്തിട്ട് സമയം തരാം. പെട്ടെന്നാകും, സ്പീഡാക്കുക. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക? വായിച്ചു തരാം. കയ്യിലില്ല ക്വസ്റ്റ്യൻ? വേഗമാവട്ടെ. ഇൻ ദി ബുക്സ് ഓഫ് എന്താണ് എഴുതേണ്ടത്? ജോയിൻറ്റ് വെഞ്ചർ എന്നെഴുതാം. ഓക്കെ. എന്നിട്ട് ജേണലുണ്ട്. ലെഡ്ജറുകൾ ഏതൊക്കെയാണ്? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്,
ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്, ദെൻ കോ വെഞ്ചേഴ്സ് അക്കൗണ്ട്. പിന്നെ വർക്കിംഗ് നോട്ടുകളും ആവശ്യമുണ്ടോ? ഓക്കെ അല്ലേ? കോ വെഞ്ചേഴ്സ് അക്കൗണ്ട്. പെട്ടെന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം, എഴുതാൻ നിൽക്കണ്ട. ആരൊക്കെയാണ്? അർജുണ അല്ലേ? പിന്നെ ആരാ? ഭീമ. അർജുണ, പിന്നെ ആരാ? ഭീമ. ഓക്കെ, യെസ്. നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ഫസ്റ്റ് എന്തായിരുന്നു? എത്ര രൂപ കൊണ്ടുവന്നു? 3 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ. എൻട്രി വേഗം പറയണം. ഫസ്റ്റ് എൻട്രി ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാ? അർജുണ. എത്ര എമൗണ്ട് അർജുനയുടെ? 3 lakh. ടു ആരാ? ഭീമ. എത്ര എമൗണ്ട്? 2 lakh. ടോട്ടൽ എത്ര? 5 lakh. നേരെ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ എന്തെഴുതണം? ടു അർജുന 3 lakh, ടു ആരാ? ഭീമ 2 lakh. സിമ്പിൾ. ദെൻ അർജുനും ഭീമയോടും പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് 3 lakhഉം 2 lakh. ഓക്കെ അല്ലേ? ഈ എല്ലിടാതെ ഫുള്ളായിട്ട് എഴുതാൻ ശ്രമിക്കുക. ദെൻ അടുത്ത് പെട്ടെന്ന് പറയും. എക്സ്പെൻസുകൾ ഇൻക്വയറി ചെയ്തല്ലേ? ഇതിൽ നിന്ന് ടോട്ടൽ ചെയ്തിട്ട് നിങ്ങൾ ഓൾറെഡി പറഞ്ഞാണ്. എൻട്രി എന്താ വരിക? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് അപ് ടു ജോയിൻറ്റ് ബാങ്ക്. ഏതൊക്കെ എമൗണ്ടാണ് ടോട്ടൽ ചെയ്യേണ്ടത് പറഞ്ഞ്? ആദ്യം 2,80,000 ഒക്കെ വേണമെങ്കിൽ ഇവിടെ എഴുതാം. പ്ലസ് എത്ര? 1,20,000 പ്ലസ് ഏതാ? 75,000. ഇപ്പോൾ ടോട്ടൽ എത്ര വന്ന്? 4,75,000. ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്. അപ്പോൾ ബൈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് അല്ലേ? ഇത് ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ജോയിൻറ്റ് ബാങ്കിൻ്റെ ഡെബിറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഡിപ്പോസിറ്റാണ്. ഇവിടെ ഏതാ? വിഡ്രോവൽ വരും അല്ലേ? യെസ്. അപ്പോൾ 4,75,000 രൂപയുടെ പൈസ ഇപ്പോൾ ഇവർ എന്ത് ചെയ്ത് ചിലവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ചിലവാക്കിയിട്ട് എത്ര CD ഉണ്ടാക്കി? 20,000 CD ഉണ്ടാക്കി. അതിൽ 16,000 എന്ത് ചെയ്യണം? CD വെക്കുന്നത് അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഒരു വർക്കിംഗ് നോട്ടാണ്. ടോട്ടൽ പ്രൊഡക്ഷൻ എത്രയാണ് CDയുടെ? 20,000. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഏതാ? 16,000 സെയിൽസ് ഒന്ന് അല്ലേ? ബാക്കി ബാലൻസ് എമൗണ്ട് എത്ര ഉണ്ട്? 4,000. ഫുള്ളായിട്ട് ഇതിൽ തന്നെ എഴുതാം. സെയിൽസ് 2 കാറ്റഗറി ഉണ്ട് അല്ലേ? സോൾഡ് ബൈ ആരാ? ഫേം പറയുന്നില്ല, ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചർ സെയിൽ ചെയ്ത് എത്രയാ? 13,500 അല്ലേ? എങ്ങനെ 13,500 കിട്ടി? 16,000 നിന്നും 2,500 ആരാ? ഭീമല്ല ചെയ്ത് ഇൻറ്റു 45 അടിച്ചാൽ നമുക്ക് എത്ര വരാ? 6,07,500 അല്ലേ? അല്ലേ? ഇനി ബാക്കിയുള്ളത് ആരാണ്? സോൾഡ് ബൈ ആരാ? ഭീമല്ലേ? ഭീമ സോൾഡ് ചെയ്തു. എത്ര ഉണ്ട്? 2,500 ഇൻറ്റു 45 എത്ര വരാ? 1,12,500. ക്ലിയർ? ഇനി 4,000 ബാലൻസ് ഇല്ലേ? 3,000 ആരാണ്? ടുക്ക് ബൈ ആരാ? പറയും. അർജുന. ഉറപ്പല്ലേ? ഓക്കെ. അറ്റ് റുപ്പീസ് എത്ര രൂപ വെച്ച്? 25. 3,000 ഇൻറ്റു 25 75,000. ബാലൻസ് എത്ര ഉണ്ട്? 1,000 എന്ത് ലോസാണ്? ഡാമേജ്, ഡിഫക്റ്റീവ്. എന്താ എഴുതിയുള്ളതിൽ? ഡിഫക്റ്റീവ്. ഓക്കെ അല്ലേ? നോ ട്രീറ്റ്മെൻറ്റ് റിക്വയർഡ്. ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും സാധനം ഉണ്ട്, മനസ്സിലുണ്ടാവട്ടെ. ഇതിനൊക്കെ എൻട്രി ഉണ്ട് അല്ലേ? ഇതിന് എൻട്രി ഉണ്ട്, ഇതിന് എൻട്രി ഉണ്ട്, ഇതിന് എൻട്രി ഉണ്ട്. ഓരോന്ന് എത്തുമ്പോൾ പറയാം അല്ലേ? ആദ്യം ഈ 2 എൻട്രി എഴുതാം. ക്ലിയർ? രണ്ടും സോൾഡാണ്. പക്ഷെ ഒന്ന് പൈസ കിട്ടിയിട്ടുണ്ട്, ഒന്ന് ആരെടുത്താൽ പൈസ കിട്ടിയത്? ഭീമ. ഓക്കെ അല്ലേ? ഞാൻ പറയട്ടെ, ഒരു കോമ്പൗണ്ട് എൻട്രി ആയിട്ട് എഴുതിയാൽ പോരെ? ഇതിൽ എഴുതാൻ വിട്ടുപോയി നമ്മൾ. എക്സ്പെൻസ് ചെയ്തതിൻ്റെ എൻട്രി എഴുതിയില്ല, വിട്ടുപോയതാ? എന്തുണ്ടായി? എൻട്രി എഴുതിയതാ അതോ ബാക്ക് അടിച്ചാ? ഓക്കെ. എൻട്രി എന്തായിരുന്നു? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്. പോസ്റ്റിംഗ് കഴിഞ്ഞല്ലേ? 4,70,000. ഓക്കെ, കണ്ടുപിടിച്ച് പോയി വിചാരിച്ചു. മൂന്നാമത്തെ നമുക്ക് ഒരുമിച്ച് ഒരു എൻട്രി ഇട്ട് എഴുതിയാൽ മതി.
സെയിൽ ചെയ്തപ്പോൾ ജോയിൻറ്റ് ബാങ്കിലേക്ക് വന്ന എമൗണ്ട് എത്ര? 6,07,500. പിന്നെ ഭീമ എത്രയാ? ഭീമ അർജുന മാറില്ലല്ലോ. 1,12,000 ടു ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിലേക്ക് എത്ര പോട്ടെ? 7,20,000. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം? 6,07,500. ഭീമയുടെ അക്കൗണ്ടിൽ എന്തെഴുതണം? ടു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഭീമയുടെ അക്കൗണ്ടിൽ 1,12,500. പിന്നെ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ എന്തെഴുതണം? ബൈ ജോയിൻറ്റ് ബാങ്ക് 6,07,500 ബൈ ഭീമ എത്രയാ? 1,12,500. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്കാണ്. ഇങ്ക എന്ത് ചെയ്താൽ മതി? ക്രെഡിറ്റ് ചെയ്താൽ മതി. 3. പിന്നെ അടുത്ത 4ാമത്തെ ട്രാൻസാക്ഷൻ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. അർജുന ടുക്ക് 3000 CD അല്ലേ? ഓക്കെ. അപ്പോൾ വീണ്ടും എൻട്രി എന്താ വരാം? അർജുന അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. എത്ര CD എടുത്ത്? ഓക്കെ. അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എത്ര? 75,000. ഓക്കെ അല്ലേ? അർജുന അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞിട്ട് 75,000. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ അർജുന എന്ന് പറഞ്ഞിട്ട് 75,000. ദെൻ അടുത്ത 1000 CD എന്ത് ചെയ്തിട്ടുണ്ട്? ഇതായിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? നമ്മളെന്താ സ്റ്റെപ്പ്? ഫസ്റ്റ് എന്താ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് പെട്ടെന്ന് ബാലൻസ് ചെയ്യും. പെട്ടെന്ന് ബാലൻസ് ചെയ്തോണ്ടാ. എത്ര ബാലൻസ് ഫിഗർ? 3,00,000. ഈ 3,20,000 ആർക്കൊക്കെ ഉള്ളതാ? അർജുനക്കും പിന്നെ ആരാ? 2 ആരാ? ഭീമക്കും. അതിൻ്റെ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3:2. അപ്പോൾ 3:2 3/5 എത്ര വരും? 92,000. മറ്റേ 28,000. ഇതിൻ്റെ എൻട്രി ഉണ്ട് ഇവിടെ അല്ലേ? എന്താ? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ? പ്രോഫിറ്റിനെ കോവെഞ്ചേഴ്സിന് ഷെയർ ചെയ്യുക. ടു ഏതാണ്? അർജുന. ടു ഏതാണ്? ഭീമ. എമൗണ്ട് എത്ര? 3,20,000. എമൗണ്ട് എത്രയായിരുന്നു? 1,92,000. പിന്നെ 1,28,000 ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ദെൻ അർജുനയിലും ഭീമയിലും ബൈ എന്ന് പറഞ്ഞിരുന്നത് അല്ലേ? ബൈ എന്താണ്? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് എമൗണ്ട് 1,92,000 പിന്നെ 1,28,000. ഇനി ഏത് അക്കൗണ്ടാണ്? കോവെഞ്ചേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം അല്ലേ? ഞാൻ ബാലൻസ് ചെയ്തു കോവെഞ്ചേഴ്സ് അക്കൗണ്ട്. അവർക്ക് സെറ്റിൽ ചെയ്യണം. ടു ജോയിൻറ്റ് ബാങ്ക് 4,17,000. അടുത്തത് ഭീമ. പറയും 2,15,500. ഓക്കെ അല്ലേ മക്കൾ? ഇതിലൊരു എൻട്രി കിട്ടിയല്ലേ? എന്താ? കോവെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിൻറ്റ് ബാങ്ക്. 6ാമത്തെ ലാസ്റ്റ് ഉണ്ട്. കോവെഞ്ചേഴ്സ് പറഞ്ഞാൽ അർജുൻ അക്കൗണ്ട് ഡെപ്റ്റർ, ഭീമ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിൻറ്റ് ബാങ്ക്. എമൗണ്ട് വരെ 4,17,000 അല്ലേ? മറ്റേത് 2,15,500. ടോട്ടൽ എത്ര വരും? 6,32,500. നേരെ ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക? ബൈ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുക. അർജുന് ബൈ ഏതാ? ഭീമ. ഫുള്ളായിട്ട് എഴുതാം. 4,17,000. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ ബാലൻസ് ഫിഗർ എത്രയായിരിക്കും? ഈക്വലായിരിക്കും. ആവുന്നുണ്ടോ നോക്കൂ. ഈക്വൽ ആവുന്നുണ്ടോ? എത്ര ഒരു ഈക്വൽ എമൗണ്ട്?
രണ്ടിടത്തും അങ്ങനെ വരും. 11.07. ഓക്കെടാ, ദാറ്റ്സ് ഓൾ.